ശാന്തി. 20/4/25 പ്രഭാതമുരളി. അവ്യക്ത ബാബ്ദാദ. റിവൈസ് 18/1/2005 മധുബൻ. സെക്കൻഡിൽ ദേഹബോധത്തിൽ നിന്നും മുക്തമായി ജീവൻ മുക്തസ്ഥിതി അനുഭവിക്കൂ. മാസ്റ്റർ മുക്തി ജീവൻ മുക്തി ദാതാവാകൂ. ഇന്ന് ബാബ്ദാദ 4 ഭാഗത്തുമുള്ള ലക്കിയും ലവ്ലിയുമായ കുട്ടികളെ നോക്കുകയാണ്. ഓരോ കുട്ടിയും സ്നേഹത്തിൽ അലിഞ്ഞിരിക്കുകയാണ്. ഈ പരമാത്മാ സ്നേഹം അലൗകിക സ്നേഹമാണ്. ഈ സ്നേഹം തന്നെയാണ് കുട്ടികളെ ബാബയുടേതാക്കി മാറ്റിയത്. സ്നേഹം തന്നെയാണ് സഹജമായി വിജയിയാക്കി മാറ്റിയത്. ഇന്ന് അമൃതവേള മുതൽ 4 ഭാഗത്തുമുള്ള ഓരോ കുട്ടിയും തൻ്റെ സ്നേഹത്തിൻ്റെ മാല ബാബയെ അണിയിച്ചു. കാരണം ഓരോ കുട്ടിയും അറിയുന്നുണ്ട് ഈ പരമാത്മാ സ്നേഹം എന്തിൽ നിന്നും എന്താക്കി മാറ്റുന്നു എന്ന്. സ്നേഹത്തിൻ്റെ അനുഭൂതി അനേകം പരമാത്മാ ഖജനാവുകളുടെ അധികാരിയാക്കി മാറ്റുന്ന ഒന്നാണ്. സർവ പരമാത്മാ ഖജനാവുകളുടെയും ഗോൾഡൻ താക്കോൽ ബാബ സർവ കുട്ടികൾക്കും നൽകിയിട്ടുണ്ട്. അറിയുന്നുണ്ടല്ലോ ആ ഗോൾഡൻ താക്കോൽ എന്താണ്? ആ ഗോൾഡൻ താക്കോലാണ് എൻ്റെ ബാബ. എൻ്റെ ബാബ എന്ന് പറഞ്ഞു സർവ ഖജനാവുകളുടെയും അധികാരിയായി മാറി. സർവ പ്രാപ്തികളുടെയും അധികാരത്തിലൂടെ സമ്പന്നമായി മാറി. സർവ ശക്തികളിലൂടെയും സമർത്ഥമായി മാറി. മാസ്റ്റർ സർവശക്തിവാൻ ആത്മാക്കൾ ആയി മാറി. ഇങ്ങനെയുള്ള സമ്പന്ന ആത്മാക്കളുടെ ഹൃദയത്തിൽ നിന്നും ഏതൊരു ഗീതമാണ് വരുന്നത്? അപ്രാപ്തമായ ഒരു വസ്തുവും ബ്രാഹ്മണരായ നമ്മുടെ ഖജനാവിൽ ഇല്ല. ഇന്നത്തെ ദിവസത്തെ സ്മൃതി ദിവസം എന്ന് പറയുന്നു. ഇന്ന് എല്ലാ കുട്ടികൾക്കും വിശേഷിച്ച് ആദിദേവനായ ബ്രഹ്മ ബാബയുടെ സ്മൃതി കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മ ബാബ ബ്രാഹ്മണ കുട്ടികളായ താങ്കളെ കണ്ട് ഹർഷിതമാകുന്നു. എന്തുകൊണ്ട്? ഓരോ ബ്രാഹ്മണനായ കുട്ടിയും കോടിയിൽ ചിലരായ ഭാഗ്യവാനായ കുട്ടിയാണ്. തൻ്റെ ഭാഗ്യത്തെ അറിയുന്നുണ്ടല്ലോ. ബാബ്ദാദ ഓരോ കുട്ടിയുടെയും മസ്തകത്തിൽ തിളങ്ങുന്ന ഭാഗ്യത്തിൻ്റെ നക്ഷത്രം കണ്ട് ഹർഷിതമാകുന്നു. ഇന്നത്തെ സ്മൃതി ദിവസം വിശേഷിച്ച് ബാബ്ദാദ വിശ്വസേവനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടം കുട്ടികൾക്ക് അർപ്പിച്ചു. അപ്പോൾ ഈ സ്മൃതി ദിവസം കുട്ടികളായ നിങ്ങളുടെ രാജ്യ തിലകത്തിൻ്റെ ദിവസമാണ്. കുട്ടികൾക്ക് വിശേഷിച്ച് സാകാര സ്വരൂപത്തിൽ വിൽ പവേഴ്സ് വിൽ ചെയ്യുന്നതിൻ്റെ ദിവസമാണ്. സൺ ഷോസ് ഫാദർ എന്ന ചൊല്ലിനെ സാകാരമാക്കുന്ന ദിവസമാണ്. ബാബ്ദാദ കുട്ടികളുടെ നിമിത്തമായി ചെയ്യുന്ന നിസ്വാർത്ഥ വിശ്വസേവനം കണ്ട് സന്തോഷിക്കുന്നു. ബാബ്ദാദ ചെയ്യിക്കുന്നവനാണ്. ചെയ്യുന്നവരായ കുട്ടികളുടെ ഓരോ ചുവടും കണ്ട് സന്തോഷിക്കുന്നു. കാരണം സേവനത്തിൻ്റെ സഫലതയുടെ വിശേഷ ആധാരം തന്നെ ചെയ്യിക്കുന്നവനായ ബാബ ചെയ്യുന്ന ആത്മാവായ എന്നിലൂടെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവ് നിമിത്തമാണ്. കാരണം നിമിത്ത ഭാവത്തിലൂടെ വിനയത്തിൻ്റെ സ്ഥിതി സ്വതവേ ഉണ്ടാകുന്നു. ഞാനെന്ന ഭാവം ദേഹബോധത്തിൽ കൊണ്ടുവരുന്നു. അത് സ്വതവേ തന്നെ വിനയഭാവത്തിലൂടെ സമാപ്തമാകുന്നു. ഈ ബ്രാഹ്മണ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഘ്നരൂപമാകുന്നത് ദേഹബോധത്തിൻ്റെ ഞാൻ എന്ന ഭാവമാണ്. ചെയ്യിക്കുന്നവൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നിമിത്തമായി ചെയ്യുന്നവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹജമായി ദേഹ അഭിമാന മുക്തം ആയി മാറുന്നു. ജീവൻ മുക്തിയുടെ രസം അനുഭവപ്പെടുന്നു. ഭാവിയിൽ ജീവൻ മുക്തി പ്രാപ്തം ആകേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ സംഗമയുഗത്തിൽ ജീവൻ മുക്തിയുടെ അലൗകിക ആനന്ദം കൂടുതൽ അലൗകികമാണ്. ഏതുപോലെ ബ്രഹ്മ ബാബയെ കണ്ടിട്ടുണ്ട്.
കർമ്മം ചെയ്യുമ്പോഴും കർമ്മത്തിന്റെ ബന്ധനത്തിൽ നിന്നും വേറിട്ടത്. ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ കമലപുഷ്പ സമാനം വേറിട്ടതും പ്രിയപ്പെട്ടതും. ഇത്രയും വലിയ പരിവാരത്തിന്റെ ഉത്തരവാദിത്വവും ജീവിതത്തിന്റെ ഉത്തരവാദിത്വവും യോഗി ആക്കുന്നതിന്റെ ഉത്തരവാദിത്വവും ഫരിസ്തയിൽ നിന്നും ദേവത ആക്കുന്നതിന്റെ ഉത്തരവാദിത്വവും ഉണ്ടായിരുന്നിട്ട് പോലും നിശ്ചിന്ത ചക്രവർത്തി. ഇതിനെ തന്നെയാണ് ജീവൻ മുക്ത സ്ഥിതി എന്ന് പറയുന്നത്. അതിനാൽ ഭക്തി മാർഗത്തിലും ബ്രഹ്മാവിന്റെ ആസനം കമലപുഷ്പമായി കാണിക്കുന്നു, കമലാസനധാരിയായി കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാ കുട്ടികൾക്കും സംഗമത്തിൽ തന്നെ ജീവൻ മുക്തിയുടെ അനുഭവം ചെയ്യുക തന്നെ വേണം. ബാബ്ദാദയിൽ നിന്നും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്ത് ഈ സമയത്ത് തന്നെയാണ് പ്രാപ്തമാകുന്നത്. ഈ സമയത്ത് തന്നെയാണ് മാസ്റ്റർ മുക്തി ജീവൻ മുക്തി ദാതാവ് ആകേണ്ടത്, ആയിട്ടുണ്ട്, ആവുകയും വേണം. മുക്തി ജീവൻ മുക്തിയുടെ മാസ്റ്റർ ദാതാവ് ആകുന്നതിൻ്റെ വിധിയാണ് സെക്കൻഡിൽ ദേഹബോധത്തിൽ നിന്നും മുക്തമാകണം. ഈ അഭ്യാസത്തിന്റെ ആവശ്യം ഇപ്പോഴുണ്ട്. മനസ്സിന്റെ മേൽ ഇങ്ങനെയുള്ള കൺട്രോളിംഗ് പവർ ഉണ്ടാകണം. ഏതുപോലെ ഈ സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളായ കൈകളും പാദങ്ങളുമുണ്ട്. അവയെ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ, എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതേപോലെ ചെയ്യുവാൻ സാധിക്കും. ടൈം എടുക്കുന്നുണ്ടോ? കൈ ഉയർത്തണം എന്ന് ഇപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ ടൈം എടുക്കുമോ? ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ബാബ്ദാദ പറയുന്നു കൈ ഉയർത്തൂ, എങ്കിൽ ചെയ്യുമല്ലോ. ചെയ്യണ്ട, ചെയ്യാൻ സാധിക്കും. അതേപോലെ മനസ്സിന്റെ മേൽ ഇത്രയും കൺട്രോൾ ഉണ്ടാകണം. എവിടെ ഏകാഗ്രമാക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ ഏകാഗ്രമാകണം. മനസ്സ് കൈ കാലുകളേക്കാൾ സൂക്ഷ്മമാണ് എങ്കിലും താങ്കളുടേതാണല്ലോ. എന്റെ മനസ്സ് എന്നാണല്ലോ പറയുന്നത്, നിന്റെ മനസ്സ് എന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ ഏതുപോലെ സ്ഥൂല കർമ്മേന്ദ്രിയങ്ങൾ കൺട്രോളിൽ ഇരിക്കുന്നുവോ അതേപോലെ തന്നെ മനസ്സും ബുദ്ധിയും സംസ്കാരവും കൺട്രോളിൽ ആകണം. അപ്പോൾ പറയും നമ്പർ 1 വിജയി. സയൻസിന്റെ മേഖലയിലുള്ളവർ റോക്കറ്റിലൂടെ അഥവാ അവരുടെ സാധനങ്ങളിലൂടെ ഈ ലോകം വരെ എത്തിച്ചേരുന്നു. ഏറ്റവും അധികം ഗ്രഹം വരെ എത്തുന്നു. എന്നാൽ ബ്രാഹ്മണരായ നിങ്ങൾ ആത്മാക്കൾക്ക് 3 ലോകം വരെയും എത്തിച്ചേരുവാൻ സാധിക്കുന്നു. സെക്കൻഡിൽ സൂക്ഷ്മ ലോകത്തിലും നിരാകാരി ലോകത്തിലും സ്ഥൂലത്തിൽ മധുബൻ വരെയും എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടല്ലോ. അഥവാ മനസ്സിനോട് മധുബനിൽ എത്തിച്ചേരണം എന്ന് ഓർഡർ ചെയ്യൂ, എങ്കിൽ സെക്കൻഡിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നുണ്ടോ? ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ട് ഓർഡർ ചെയ്യൂ. സൂക്ഷ്മവതനത്തിൽ പോകണം, നിരാകാരി വതനത്തിൽ പോകണം. അപ്പോൾ 3 ലോകങ്ങളിലും എപ്പോൾ ആഗ്രഹിക്കുന്നു അപ്പോൾ മനസ്സിന് എത്തിച്ചേരുവാൻ സാധിക്കുന്നുണ്ടോ? പ്രാക്ടീസ് ഉണ്ടോ? ഇപ്പോൾ ഈ അഭ്യാസത്തിന്റെ ആവശ്യകത കൂടുതൽ ഉണ്ട്. ബാബ്ദാദ കണ്ടു, അഭ്യാസം ചെയ്യുന്നുണ്ട്. എന്നാൽ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ, എത്ര സമയം ആഗ്രഹിക്കുന്നുവോ ഏകാഗ്രമാകണം, അചഞ്ചലമാകണം, ചഞ്ചലതയിൽ വരരുത്. ഇതിന്റെ മേൽ കൂടുതൽ അറ്റൻഷൻ വേണം. മൻജീത് ജഗജ്ജീത് എന്ന് മഹിമയുണ്ട്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സ് ചതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബാബ്ദാദ ഇന്നത്തെ സമർത്ഥ ദിവസത്തിൽ ഈ സമർത്ഥി, അതായത് ശക്തിയിലേക്ക് വിശേഷ അറ്റൻഷൻ വരുത്തുകയാണ്. ഹേ സ്വരാജ്യ അധികാരി കുട്ടികളെ, ഇപ്പോൾ ഈ വിശേഷ അഭ്യാസം നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ചെക്ക് ചെയ്യൂ. കാരണം സമയമനുസരിച്ച് ഇപ്പോൾ അചാനക്, അതായത് അപ്രതീക്ഷിതം എന്നതിൻ്റെ കളി വളരെയധികം കാണും. ഇതിനു വേണ്ടി ഏകാഗ്രതയുടെ ശക്തി ആവശ്യമാണ്. ഏകാഗ്രതയുടെ
ദൃഢത സഫലത സ്വതവേ പ്രാപ്തമാക്കിക്കുന്നു. അപ്പോൾ വിശേഷിച്ച് സമർത്ഥ ദിവസത്തിൽ ഈ സമർത്ഥിയുടെ അഭ്യാസം വിശേഷിച്ച് അറ്റൻഷനിൽ വയ്ക്കൂ. അതിനാൽ ഭക്തിമാർഗത്തിലും പറയുന്നു, മനസ്സിനോട് തോറ്റാൽ തോറ്റു, മനസ്സിനെ ജയിച്ചാൽ ജയിച്ചു. അപ്പോൾ എൻ്റെ മനസ്സ് എന്ന് പറയുന്നു എന്നിരിക്കെ എൻ്റേതിൻ്റെ അധികാരിയായി ശക്തികളുടെ കടിഞ്ഞാൺ കൊണ്ട് വിജയം പ്രാപ്തമാക്കൂ. ഈ നവവർഷത്തിൽ ഈ ഹോംവർക്കിന്മേൽ വിശേഷ അറ്റൻഷൻ. ഇതിനെയാണ് യോഗിയാണ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ പ്രയോഗി ആകൂ. പിന്നെ ഇന്നത്തെ ദിവസത്തെ സ്നേഹത്തിൻ്റെ ആത്മീയ സംഭാഷണം, സ്നേഹത്തിൻ്റെ പരാതികൾ സമാനമാകുന്നതിൻ്റെ ഉന്മേഷവും ഉത്സാഹവും, 3 പ്രകാരത്തിലുള്ള ആത്മീയ സംഭാഷണം ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നു. 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ സ്നേഹം നിറഞ്ഞ ഓർമ്മകൾ, സ്നേഹം നിറഞ്ഞ സ്നേഹം ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേർന്നു. കത്തുകളും എത്തിച്ചേർന്നു, ആത്മീയ സംഭാഷണവും എത്തിച്ചേർന്നു, സന്ദേശവും എത്തിച്ചേർന്നു. ബാബ്ദാദ കുട്ടികളുടെ സ്നേഹം സ്വീകരിച്ചു. ഹൃദയത്തിൽ നിന്നും റിട്ടേണായി സ്നേഹസ്മരണകളും നൽകി, ഹൃദയത്തിൻ്റെ ആശീർവാദങ്ങളും നൽകി. ഓരോരുത്തരുടെയും പേര് പറയുവാൻ ആകില്ലല്ലോ, ധാരാളം പേരുണ്ട്. എന്നാൽ ഓരോ കോണിലും ഗ്രാമങ്ങളിൽ നഗരങ്ങളിലും എല്ലാ ഭാഗത്തുമുള്ള കുട്ടികളുടെയും ബന്ധനസ്ഥരുടെയും വിലപിക്കുന്നവരുടെയും എല്ലാവരുടെയും സ്നേഹസ്മരണകൾ എത്തിച്ചേർന്നു. ഇപ്പോൾ ബാബ്ദാദ ഇത് പറയുന്നു, സ്നേഹത്തിൻ്റെ റിട്ടേണായി ഇപ്പോൾ സ്വയം താങ്കളെ ടേൺ ചെയ്യൂ, പരിവർത്തനപ്പെടുത്തൂ. ഇപ്പോൾ സ്റ്റേജിൽ തൻ്റെ സമ്പന്ന സ്വരൂപം പ്രത്യക്ഷമാക്കൂ. താങ്കളുടെ സമ്പന്നതയിലൂടെ ദുഃഖത്തിൻ്റെയും അശാന്തിയുടെയും സമാപ്തി ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ തൻ്റെ സഹോദരന്മാരെ കൂടുതൽ ദുഃഖം കാണുവാൻ അനുവദിക്കാതിരിക്കൂ. ഈ ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും മുക്തി നേടിക്കൊടുക്കൂ. വളരെ ഭയഭീതരാണ്. എന്തു ചെയ്യട്ടെ, എന്തു സംഭവിക്കും? ഈ അന്ധകാരത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആത്മാക്കൾക്ക് പ്രകാശത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കൂ. ഉന്മേഷം വരുന്നുണ്ടോ? ദയ തോന്നുന്നുണ്ടോ? ഇപ്പോൾ പരിധിയില്ലാത്തതിനെ നോക്കൂ. ഇപ്പോൾ പരിധിയില്ലാത്തതിൽ ദൃഷ്ടി പതിപ്പിക്കൂ. ശരി, ഹോംവർക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, മറന്നു പോകരുത്. പ്രൈസ് നൽകും. ആരാണോ 1 മാസത്തേക്ക് മനസ്സിനെ തീർത്തും കൺട്രോളിംഗ് പവർ കൊണ്ട് മുഴുവൻ മാസവും എവിടെ ആഗ്രഹിക്കുന്നുവോ, എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അവിടെ ഏകാഗ്രമാക്കാൻ സാധിക്കുന്നത്, ഈ ചാർട്ടിൻ്റെ റിസൾട്ടിൽ സമ്മാനം നൽകും. ശരിയാണോ? ആര് സമ്മാനം നൽകും? പാണ്ഡവർ ആദ്യം. പാണ്ഡവർക്ക് ആശംസകൾ. ശക്തികൾക്കോ A1. പാണ്ഡവർ നമ്പർ 1 ആണെങ്കിൽ ശക്തികൾ A1. ശക്തികൾ A1 ആയില്ലെങ്കിൽ പാണ്ഡവർ A1. ഇപ്പോൾ അല്പം വേഗത തീവ്രമാക്കൂ. സ്വസ്ഥമായത് പോരാ, തീവ്രഗതിയോടെ തന്നെയാണ് ആത്മാക്കളുടെ ദുഃഖവും വേദനയും സമാപ്തമാകുന്നത്. ദയയുടെ ഛത്രഛായ ആത്മാക്കളുടെ മേൽ ഉണ്ടാക്കൂ. ശരി. ഡബിൾ വിദേശികളായ സഹോദരന്മാരോട്, ഡബിൾ വിദേശികളെ ബാബ്ദാദ പറയുന്നു, ഡബിൾ വിദേശി എന്നാൽ ഡബിൾ പുരുഷാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നവർ. ഇതുപോലെ ഡബിൾ വിദേശി എന്ന ടൈറ്റിൽ ഉണ്ടല്ലോ, താങ്കളുടെ അടയാളമാണല്ലോ. അതേപോലെ തന്നെ ഡബിൾ വിദേശികൾ നമ്പർ 1 നേടുന്നതിലും ഡബിൾ വേഗതയോടെ മുന്നോട്ട് പോകുന്നവരാണ്. നല്ലതാണ്. ഓരോ ഗ്രൂപ്പിലും ബാബ്ദാദ ഡബിൾ വിദേശികളെ കണ്ട് സന്തോഷിക്കുന്നു. കാരണം ഭാരതവാസികൾ നിങ്ങൾ ഏവരെയും കണ്ട് സന്തോഷിക്കുന്നു.
ഇപ്പോൾ ഡബിൾ വിദേശികൾ എന്ത് പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു? ബാബ്ദാദയ്ക്ക് സന്തോഷമുണ്ടായി. ആഫ്രിക്കയിലുള്ളവർ തീവ്ര പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഏവരും സമീപത്തുള്ള തങ്ങളുടെ ഏതെല്ലാം സഹോദരീ സഹോദരന്മാരാണോ അവശേഷിച്ചത്, അവർക്ക് സന്ദേശം നൽകുന്നതിൻ്റെ ഉന്മേഷവും ഉത്സാഹവും വയ്ക്കൂ. പരാതികൾ അവശേഷിക്കരുത്. അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ പരാതി പൂർത്തിയാക്കണം. ഡബിൾ വിദേശികളുടെ ഈ ഒരു വിശേഷത കേൾപ്പിക്കുക തന്നെ ചെയ്യുന്നു. നിഷ്കളങ്കമായ ബാബയെ തൃപ്തമാക്കാനുള്ള ഉപാധിയാണ് സത്യമായ ഹൃദയത്തിൽ പ്രഭു തൃപ്തനാണ് എന്നത്. അത് ഡബിൾ വിദേശികളുടെ വിശേഷതയാണ്. ബാബയെ തൃപ്തമാക്കുവാൻ വളരെ സമർത്ഥമായി അറിയാം. സത്യമായ ഹൃദയം ബാബയ്ക്ക് എന്തുകൊണ്ടാണ് പ്രിയമായി തോന്നുന്നത്? കാരണം ബാബയെ പറയുന്നത് തന്നെ സത്യം എന്നാണ്. ഗോഡ് ഈസ് ട്രൂത്ത് എന്ന് പറയുന്നുവല്ലോ. അപ്പോൾ ബാബ്ദാദയ്ക്ക് സ്വച്ഛ ഹൃദയവും സത്യമായ ഹൃദയമുള്ളവർ വളരെ പ്രിയമാണ്. ഇങ്ങനെയാണല്ലോ, സ്വച്ഛ ഹൃദയവുമുണ്ട്, സത്യമായ ഹൃദയമുണ്ട്. സത്യത തന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിന്റെ മഹാനത. അതിനാൽ ഡബിൾ വിദേശികളെ ബാബ്ദാദ സദാ ഓർമ്മിക്കുന്നു. ഭിന്ന ഭിന്ന ദേശത്തിൽ ആത്മാക്കൾക്ക് സന്ദേശം നൽകുന്നതിന് നിമിത്തമായിരിക്കുകയാണ്. നോക്കൂ, എത്ര ദേശങ്ങളിലുള്ളവരാണ് വരുന്നത്. അപ്പോൾ ഈ എല്ലാ ദേശങ്ങളുടെയും മംഗളം ഉണ്ടായല്ലോ. ഇവിടെയാണെങ്കിൽ താങ്കൾ നിമിത്തമായി വന്നിരിക്കുകയാണ്. എന്നാൽ ബാബ്ദാദ 4 ഭാഗത്തുമുള്ള ഡബിൾ വിദേശികളായ കുട്ടികൾക്ക്, നിമിത്തമായ കുട്ടികൾക്ക് ആശംസകൾ നൽകുന്നു, അനുമോദനങ്ങൾ നൽകുന്നു. പറന്നുകൊണ്ടിരിക്കൂ, പറപ്പിച്ചുകൊണ്ടുമിരിക്കൂ. പറക്കുന്ന കലയിലൂടെ സർവരുടെയും നന്മ ഉണ്ടാവുക തന്നെ വേണം. എല്ലാവരും റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കുകയാണോ? റിഫ്രഷ് ആയോ? സദാ അമരമായി ഇരിക്കുമോ? അതോ മധുബനിൽ തന്നെ പകുതി ഉപേക്ഷിച്ചു പോകുമോ? കൂടെ നിലനിൽക്കുമോ? സദാ നിലനിൽക്കുമോ? അമർ ഭവ എന്ന വരദാനം ഉണ്ടല്ലോ. അപ്പോൾ ഏതൊരു പരിവർത്തനം ചെയ്തുവോ അത് സദാ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അമരമായിരിക്കും. ശരി, ബാബ്ദാദ സന്തുഷ്ടമാണ്, താങ്കളും സന്തുഷ്ടമാണ്. മറ്റുള്ളവർക്കും സന്തോഷം നൽകണം. ശരി. ജ്ഞാന സരോവരം 10 വർഷം പൂർത്തിയാക്കി. ശരി, നല്ലതാണ്. ജ്ഞാന സരോവരം ഒരു വിശേഷത തുടങ്ങിവെച്ചു. എപ്പോൾ മുതൽ ജ്ഞാന സരോവരം ആരംഭിച്ചുവോ അപ്പോൾ VIP വിശേഷ വിധിപൂർവ പ്രോഗ്രാംസ് ആരംഭിച്ചു. ഓരോ വിങ്സിൻ്റെയും പ്രോഗ്രാം ഒന്നിനു പിന്നാലെ ഒന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. ജ്ഞാന സരോവരത്തിൽ വരുന്ന ആത്മാക്കളുടെ സ്ഥൂല സേവനവും അലൗകിക സേവനവും വളരെ നല്ല താല്പര്യത്തോടുകൂടി ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. അതിനാൽ ജ്ഞാന സരോവരത്തിലുള്ളവർക്ക് ബാബ്ദാദ വിശേഷ ആശംസകൾ നൽകുന്നു. സേവനത്തിന്റെ റിസൾട്ടായി എല്ലാവരും സന്തോഷത്തോടെ പോകുന്നു. സന്തോഷത്തോടെ മറ്റു കൂട്ടുകാരെയും കൂടെ കൊണ്ടുവരുന്നു. 4 ഭാഗത്തും ശബ്ദം വ്യാപിപ്പിക്കുന്നതിന് ജ്ഞാന സരോവരം നിമിത്തമായി. അപ്പോൾ ആശംസകൾ, സദാ ആശംസകൾ എടുത്തുകൊണ്ടിരിക്കണം. ശരി. ഇപ്പോൾ 1 സെക്കൻഡിൽ മനസ്സിനെ ഏകാഗ്രമാക്കുവാൻ സാധിക്കുമോ? എല്ലാവരും 1 സെക്കൻഡിൽ ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യൂ. ബാബ്ദാദ ഡ്രിൽ ചെയ്യിച്ചു. ശരി, ഇങ്ങനെയുള്ള അഭ്യാസം നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ചെയ്തുകൊണ്ടിരിക്കൂ. 4 ഭാഗത്തുമുള്ള സ്നേഹിയും ലവ്ലീനുമായ ആത്മാക്കൾക്ക് സദാ ദയാഹൃദയരായി ഓരോ ആത്മാവിനെയും ദുഃഖത്തിൽ നിന്നും അശാന്തിയിൽ നിന്നും മുക്തമാക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക് സദാ തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും സംസ്കാരത്തെയും കൺട്രോളിംഗ് പവറിലൂടെ കൺട്രോളിൽ വയ്ക്കുന്ന മഹാവീരന്മാരായ ആത്മാക്കൾക്ക്
സദാ സംഗമയുഗത്തിൻ്റെ ജീവൻ മുക്ത സ്ഥിതിയെ അനുഭവിക്കുന്ന ബാബയ്ക്ക് സമാനമായ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ കോടി മടങ്ങ് സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം. എല്ലാവർക്കും ലക്ഷ്യസ്ഥാനം നൽകുന്ന ദയാഹൃദയനായ ബാബയുടെ കുട്ടികൾ ദയാഹൃദയരായി ഭവിക്കട്ടെ. ദയാഹൃദയനായ ബാബയുടെ ദയാഹൃദയരായ കുട്ടികൾ ആരെയെങ്കിലും യാചകന്റെ രൂപത്തിൽ കാണുകയാണെങ്കിൽ അവർക്ക് ദയ തോന്നും. ഈ ആത്മാവിനും ലക്ഷ്യസ്ഥാനം ലഭിക്കട്ടെ. ഇവരുടെയും മംഗളമുണ്ടാകട്ടെ. അവരുടെ സമ്പർക്കത്തിൽ ആര് തന്നെ വന്നാലും അവർക്ക് ബാബയുടെ പരിചയം തീർച്ചയായും നൽകും. ഇതുപോലെ ആരെങ്കിലും വീട്ടിൽ വരികയാണെങ്കിൽ ആദ്യം അവരോട് വെള്ളം ചോദിക്കാറുണ്ട്. വെറുതെ പോവുകയാണെങ്കിൽ മോശമായി കരുതുന്നു. അതേപോലെ ആരെല്ലാം സമ്പർക്കത്തിൽ വരുന്നുവോ അവർക്ക് ബാബയുടെ പരിചയത്തിന്റെ ജലം തീർച്ചയായും ചോദിക്കൂ. അതായത് ദാതാവിന്റെ കുട്ടികൾ ദാതാവായി എന്തെങ്കിലുമൊക്കെ നൽകൂ. അതിലൂടെ അവർക്കും ലക്ഷ്യസ്ഥാനം ലഭിക്കട്ടെ. സ്ലോഗൻ. യഥാർത്ഥ വൈരാഗ്യവൃത്തിയുടെ സഹജ അർത്ഥമാണ് എത്രത്തോളം വേറിട്ടവർ അത്രയും പ്രിയപ്പെട്ടവർ. അവ്യക്ത സൂചന. കമ്പൈൻഡ് രൂപത്തിന്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. ഞാനും എൻ്റെ ബാബയും ഈ സ്മൃതിയിൽ കമ്പൈൻഡ് ആയിരിക്കൂ. അപ്പോൾ മായാജീത് ആയി മാറും. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും. ഈ വാക്കിൽ ബാബയും കുട്ടികളും രണ്ടുപേരും കമ്പൈൻഡ് ആണ്. കൈകൾ കുട്ടികളുടേത്, കാര്യം ബാബയുടേത്. കൈകൾ നീട്ടുന്നതിൻ്റെ ഗോൾഡൻ ചാൻസ് കുട്ടികൾക്ക് തന്നെയാണ് ലഭിക്കുന്നത്. എന്നാൽ ചെയ്യിക്കുന്നവൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അനുഭവമുണ്ടാകുന്നു. നിമിത്തമാക്കി നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം സദാ മനസ്സിൽ നിന്നും വരുന്നു. ഓം ശാന്തി. വ്യക്തദേഹത്തിൽ സൂക്ഷ്മ പ്രകാശബിന്ദുവായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശക്തി സ്വരൂപ ആത്മാവാണ്. എന്നിൽ നിന്നും ശക്തിയുടെ കിരണങ്ങൾ 4 ഭാഗത്തും പ്രസരിക്കുന്നു. വ്യക്തഭാവത്തിന് ഉപരിയായി ഞാൻ നിരാകാരി ദേശത്തിൽ സർവശക്തിവാനായ പരമാത്മാവിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുന്നു. ബാബയുടെ സമസ്ത ശക്തികളും എന്നിൽ ധാരണയാകുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. സർവശക്തിവാന്റെ ഓർമ്മയിൽ ലയിച്ചിരുന്ന സർവശക്തിവാനുമായി കമ്പൈൻഡ് ആയിരുന്ന വിശ്വത്തിലെ ഭയഭീതരായ ആത്മാക്കൾക്ക് ഈശ്വരീയ ശക്തികളും ശാന്തിയും സന്തോഷവും ഞാൻ ദാനം ചെയ്യുന്നു.
പരമാത്മാ ശക്തിയുടെ സകാശ് ആ ആത്മാക്കളെ സ്പർശിക്കുമ്പോൾ അവരിലെ ഭയം നീങ്ങി അവർ ശക്തിശാലിയും ശാന്തസ്വരൂപവും സന്തുഷ്ടരുമായി മാറട്ടെ.